നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ എങ്ങനെ കഴിയും? കൊലോസ്യ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. ഇന്ന് രണ്ടാമതായി നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, വിളിക്ക് യോഗ്യമാവണ്ണം നടന്ന ചിലരെ അനുകരിക്കുക അല്ലെങ്കിൽ മാതൃകയാക്കുക. അവർ നടന്നതുപോലെ നമ്മൾ നടക്കാനായിട്ട് തയ്യാറാവുക. തിരുവെഴുത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, പഴയ നിയമത്തിൽ സംഭവിച്ച വിഷയങ്ങൾ അവർക്ക് ദൃഷ്ടാന്തമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ സംഭവിച്ചു. നമുക്ക് ബുദ്ധിയുപദേശത്തിനായി അത് എഴുതപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ സ്റ്റോറീസ്, ഹിസ്റ്ററി, ഓരോ വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും സമൂഹങ്ങളുടെയും പ്രത്യേകിച്ച് ഇസ്രായേലിന്റെയും ഒക്കെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു, ദൈവത്തോട് അവരെങ്ങനെയായിരുന്നു, അതിൻ്റെ റിസൾട്ട്സ്, കോൺസിക്വൻസസ്, ഇതൊക്കെ എങ്ങനെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന്, അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത് അത് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് ഗുണോപദേശത്തിനാണ്, ബുദ്ധിയുപദേശത്തിനാണ്, നമ്മുടെ കറക്ഷന് വേണ്ടിയാണ്, നമുക്ക് അതിൽ നിന്ന് ലെസൺ, പാഠം കൈക്കൊള്ളാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിലെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാനും വേണ്ടിയാണ് പഴയ നിയമത്തിലെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന പല വ്യക്തിത്വങ്ങളുമുണ്ട്. നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. സകലത്തിലും ക്രിസ്തുവിനെ പോലെ ആകാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ദൈവത്തിനായി ജീവിച്ച അനേകം ഭക്തന്മാരുടെ ജീവിതത്തിന്റെ നല്ല ഗുണങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, ആത്മാവിനാൽ നിയോഗിതരായും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും അവർ നടന്നതൊക്കെ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവരുടെ വിശ്വാസം അനുകരിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ നല്ല സ്വഭാവത്തെ, അവരുടെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ, അവരുടെ ഫെയ്ത്തിനെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കുവിൻ. അപ്പോ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ അനുകാരിയായിരിക്കുക എന്ന് പ്ലെയിനായിട്ട് പറഞ്ഞു വിടുകയല്ല, താൻ എങ്ങനെയാണോ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് അതുപോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്നാണ്. അപ്പോ ഏതെങ്കിലും കാര്യത്തിൽ ക്രിസ്തുവിന് യോഗ്യമല്ലാത്തത് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മെ അത് പിന്തുടരാൻ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ക്രിസ്തുവിന് യോഗ്യമായ നല്ല ഗുണങ്ങൾ വ്യക്തികളിൽ കണ്ടാൽ അത് അനുകരിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ വ്യക്തിയേക്കാൾ ഉപരി അയാളിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്, ക്രിസ്തുവിന്റെ ക്യാരക്ടർ, അതിനെ അനുകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവം നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാണ് നടക്കുന്നത് എങ്ങനെ എന്ന വിഷയത്തെ വ്യക്തികളിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ ബൈബിളിലെ നിരവധി ക്യാരക്ടേഴ്സ്, വ്യക്തികൾ, അവരുടെ സ്വഭാവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. നിരവധി ഗുണങ്ങളുള്ള നല്ല ദൈവഭക്തന്മാരെ നമുക്ക് മനസ്സിലാക്കാം. യോസെഫിനെ പോലുള്ളവർ, ദാവീദിനെ പോലുള്ളവർ, മോശയെ പോലെ, യോശുവയെ പോലെ ഉള്ളവർ, അബ്രഹാമിനെ പോലെയുള്ളവർ, ഇങ്ങനെ പഴയ നിയമത്തിൽ നിരവധി വിശുദ്ധന്മാരെ, നീതിമാന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിലെ നല്ല ഗുണങ്ങൾ, അന്ത്രയോസിലെ നല്ല ഗുണങ്ങൾ, പൗലോസ് അപ്പോസ്തലനിലെ നല്ല ഗുണങ്ങൾ, ഇങ്ങനെ അവരിലെ യോഹന്നാൻ അപ്പോസ്തലനിലെ നല്ല ഗുണങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് അവരെങ്ങനെ ഒരു ജയകരമായ വിശ്വാസ ജീവിതം നയിച്ചു എന്നതിനെ പഠിച്ചിട്ട് അവരിലെ നല്ല ഗുണങ്ങളെ നമുക്ക് മാതൃകയാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ക്യാരക്ടർ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ദിവസങ്ങൾ എടുത്ത് പഠിച്ചാലും അനന്തമായ ഒരു വലിയ വിഷയമായിട്ട് അത് മാറും. എന്നാൽ നമുക്ക് നമ്മുടെ ഈ വിഷയത്തെ ഉപസംഹരിച്ചുകൊണ്ട് 2 വ്യക്തികളെ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരെങ്ങനെ ദൈവം വിളിച്ച വിളിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് യോഗ്യമാവണ്ണം നടന്നു എന്നുള്ളത് പരിശോധിക്കാനായിട്ട് നോക്കാം. അതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന 2 പേര് ഹാനോക്കും നോഹയുമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം, അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തോട്
കൂടെ നടന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തോട് കൂടെ നടന്നു എന്ന്. അപ്പോ ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാനായിട്ട് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന, റിസൾട്ട് ഉണ്ടാകുന്ന ആ, കാര്യം ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മള് പഴയ കാലത്തൊക്കെ ആൾക്കാർ പറയും, ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട് ഈസ്, ഐ ഷാൽ ടെൽ യു ഹൂ യു ആർ. നിന്റെ സുഹൃത്ത് ആരാണെന്ന് പറയുക, എന്നാൽ ഞാൻ നീ ആരാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സുഹൃത്തിന്റെ പേരല്ല അവിടുത്തെ വിഷയം, സുഹൃത്തിന്റെ സ്വഭാവം. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആരാണ്, അവരുടെ സ്വഭാവം എന്താണ്, അവർ ഏത് മേഖലയിലാണ് അറിയപ്പെടുന്നത്, അവരുടെ ആ സ്വഭാവം നമ്മൾ അറിയാതെ നമ്മിലേക്കും പകരപ്പെടും. ഒരു ഫ്രണ്ടിനെ, ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനോടൊപ്പം നടന്നാൽ, ജീവിച്ചാൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നാട്ടിൽ പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന്. വേറെപ്പോ ഏതിനെയാണോ ചാരുന്നത്, അല്ലെങ്കിൽ ഏതിനോടാണോ കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത്, അതിന്റെ ഗന്ധം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകും. ഈ നാട്ടിൽ നമ്മളായിരിക്കുമ്പോഴും നമ്മൾ ഇന്ത്യക്കാരെ കുറിച്ച് പറയാറുണ്ട്, ഇന്ത്യക്കാരുടെ അടുക്കളയിൽ എന്താണ് അന്ന് കുക്ക് ചെയ്തതെന്ന് അവര് ജോലിക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും എന്ന്. അവര് ഫുഡ് കൊണ്ടുപോകുന്നതുകൊണ്ടല്ല, അവരുടെ വസ്ത്രത്തിൽ അതിന്റെ മണം കാണുമെന്ന് പറയാറുണ്ട്. നമ്മുടെ കുക്കിംഗ് ശൈലി അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ ആ, രൂക്ഷമായ ഗന്ധം നമ്മുടെ ആഹാര പാചകം ചെയ്യുന്ന രീതിയിലുള്ളത് കൊണ്ട് അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വസ്ത്രത്തിൽ പിടിക്കും. നമ്മൾ ഇതിനകത്ത് മൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്കതറിയാൻ പറ്റത്തില്ല. പക്ഷേ പുറത്തുള്ള ഒരാൾക്ക്, അവര് ഡിഫറെന്റ് അറ്റ്മോസ്ഫിയറിലായതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഗന്ധത്തിന്റെ ഉള്ളിലായിരിക്കുന്നോ, കുറെ കഴിയുമ്പോൾ നമുക്ക് ആ ഗന്ധത്തെ വേർതിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ പുറത്തൊരാൾക്ക് അത് അറിയാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ഇതുപോലെ നമ്മളൊരു തെറ്റായ ജീവിത ശൈലി തുടർന്നാൽ, തെറ്റായ ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, കുറെ നാൾ കഴിയുമ്പോൾ അത് നമുക്ക് തെറ്റായി തോന്നാതെയാകും, അതിൽ തഴക്കമായി തീരും. അത് പിന്നെ നമുക്ക് മനസാക്ഷി കുത്തുണ്ടാക്കത്തില്ല. അതുകൊണ്ട് തെറ്റായ ശീലങ്ങളെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉള്ളത് നമ്മൾ അറിയാതെ നമ്മുടെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ, ചിലപ്പോ നമുക്ക് അസൂയ ഉണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലുള്ള ഒരു സ്വഭാവമായിരിക്കാം. പക്ഷെ നമുക്കത് തെറ്റാണെന്ന് തോന്നാത്തത്, നമ്മളത് ശീലിച്ചു പോന്നത് കൊണ്ട്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട്, നമുക്കതിനെ വേർതിരിക്കാൻ കഴിയാത്തത് കൊണ്ട്, നമ്മുടെ ക്യാരക്ടറിന്റെ ഭാഗമായി മാറിയത് കൊണ്ടാണ് നമുക്കത് തെറ്റാണെന്ന് തോന്നാത്തത്, നമ്മുടെ മനസാക്ഷിക്ക് അത് തെറ്റാണെന്ന് തോന്നാത്തത്. എന്നാൽ അത് ആരെങ്കിലും കണ്ട് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ചില വേളകളിൽ നമ്മോട് വ്യക്തിപരമായി ഇടപെടുമ്പോൾ, നമ്മൾ അതിന് മുൻപാകെ സമർപ്പിക്കാനും അങ്ങനെയുള്ള തെറ്റായ സ്വഭാവശീലങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റാനും നമ്മൾ തയ്യാറാവുക. ഞാൻ ഈ വ്യക്തികൾ ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആരോട് കൂടെയാണോ നടക്കുന്നത്, ആ വ്യക്തിയുടെ സ്വഭാവം നമ്മിലേക്കും പകരപ്പെടും. യേശുവിന്റെ ശിഷ്യന്മാരെ കർത്താവ് ഗതസമന തോട്ടത്തിലായിരിക്കുമ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കാൻ യൂദാസ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മഹാപുരോഹിതൻ അയച്ച സൈന്യമാണ് യേശുവിനെ പിടിക്കാനായിട്ട് മാർച്ച് ചെയ്തു വരുന്നത്, മഹാപുരോഹിതന്റെ സൈന്യം. അപ്പോൾ അവർ വരുമ്പോഴേക്കും യൂദാസ് അവരുടെ മുന്നിൽ നടന്ന് പറയുകയാണ്, ഞാൻ ആരെയാണോ ചുംബിക്കുന്നത് അവനെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്, അവനെ ബന്ധിച്ച് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവിൻ. എന്തുകൊണ്ടാണ് ഈ യൂദാസ് യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് പഠന വിഷയം ആയിട്ട് എടുത്തിട്ട് ചിലർ പറയുന്നത്, ഒന്ന്, ആ ഗതസമന തോട്ടത്തിനുള്ളിൽ ഇവര് രാത്രിയാണ്, തീപ്പന്തങ്ങളുമായിട്ടാണ് വരുന്നത്. ആ അരണ്ട വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ഇരുട്ടിൽ, ഈ തീപ്പന്തത്തിന്റെ മാത്രം വെളിച്ചത്തിൽ തൻ്റെ 11 ശിഷ്യന്മാരോട് കൂടെ ആയിരിക്കുന്ന യേശുവിനെ തിരിച്ചറിയാനായിട്ട് ഉള്ള പ്രയാസം. രണ്ട്, ഈ മഹാപുരോഹിതന്റെ ശതാധിപനോ അല്ലെങ്കിൽ ആ ക്യാപ്റ്റനോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കോ കൃത്യമായി യേശുവിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണമെന്നില്ല, വേർതിരിച്ചറിയാൻ കഴിയണമെന്നില്ല. കാരണം അവർ
യേശുവിനെ ഒത്തിരി കണ്ടിട്ടില്ല, ഒരുപാട് കണ്ടിട്ടില്ല. തീരെ കണ്ടിട്ടില്ല എന്നല്ല, മുൻപും ഇവരെ യേശുവിനെ പിടിക്കാനായിട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ പോയി യേശു സംസാരിക്കുന്ന കേട്ടിട്ട് വന്ന് മഹാപുരോഹിതന്റെ അടുക്കൽ വന്ന് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ തോന്നിയില്ല, കാരണം മറ്റാരും സംസാരിക്കുന്നത് പോലെ അല്ല അവൻ സംസാരിക്കുന്നത് എന്ന് മറുപടി പറയുന്നു. അപ്പോൾ ഇവരിൽ ചിലർക്കെങ്കിലും യേശുവിനെ അറിയാം, പക്ഷേ ഇന്റിമേറ്റ് ആയിട്ട് അടുത്ത് അറിയത്തില്ല, ഒത്തിരി പരിചയമില്ല, അതുകൊണ്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതാണ് രണ്ടാമത്തെ കാരണം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു കാരണം ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ യേശുവിന്റെ കൂടെ ഇപ്പോ 3-3.5 വർഷമായിട്ട് ഈ ശിഷ്യന്മാർ 11 പേര്, അതിലൊരാളാണല്ലോ യൂദാസ് വെറ്റിക്കൊടുക്കാൻ പോയി, ബാക്കി 11 പേര്, 12 ഒരാൾ പോയി, 11 പേര് യേശുവിന്റെ കൂടെയാണ് നടക്കുന്നത്, യേശുവിന്റെ കൂടെയാണ് ഇരിക്കുന്നത്, യേശുവിൽ നിന്നാണ് കേൾക്കുന്നത്, യേശുവിനോട് കൂടെയാണ് ഭക്ഷിക്കുന്നത്, യേശു താമസിക്കുന്നിടത്താണ് താമസിക്കുന്നത്, ഊണും ഉറക്കവും യേശുവിനോട് ഒരുമിച്ചാണ്. അങ്ങനെ ഈ 3-3.5 വർഷം സ്ഥിരം ഇവർ യേശുവിനോടൊപ്പം ആയപ്പോ ഇവരും യേശുവിനെ പോലെ ആയി. അവരുടെ വാക്ക്, അവരുടെ നോട്ടം, അവരുടെ ഇടപെടൽ, അവരുടെ സംസാരം, അവരുടെ വസ്ത്രധാരണം എല്ലാം യേശുവിനെ പോലെ ആയി. അതുകൊണ്ട് ഇപ്പോ ഈ പിടിക്കാൻ വന്നവർ നോക്കിക്കഴിഞ്ഞാൽ വന്നവരുടെ നോട്ടത്തിൽ ഒരുപക്ഷെ യേശു ഉൾപ്പെടെ 12 പേര് ഒരുപോലെ അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടുത്തറിയുന്ന യൂദാസിന് തെറ്റിപ്പോകത്തില്ല, അദ്ദേഹം കൂടെ നടന്നുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് യൂദാസിനെയും കൂട്ടിക്കൊണ്ട് വന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പറയുന്നതെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ രത്നചുരുക്കം ഇതാണ്: 3 വർഷത്തിലേറെ യേശുവിന്റെ കൂടെ ഇവർ സഞ്ചരിച്ചപ്പോൾ അവരുടെ കെട്ടിലും മട്ടിലും വാക്കിലും ഭാഷയിലും അവരുടെ സംസാര ശൈലിയിലും അവരുടെ വസ്ത്രധാരണത്തിലും ഒക്കെ അവർ യേശുവിനെ പോലെ ആയി എന്നുള്ളതാണ് വ്യംഗ്യാർത്ഥം. ബൈബിളിൽ കൃത്യമായി അതിന് രേഖയൊന്നുമില്ല, എങ്കിലും സാധ്യതയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ആരുടെ കൂടെയാണോ നടക്കുന്നത് അയാളെപ്പോലെ ആകാൻ, അവരുടെ ശൈലി അറിയാതെ അനുകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ ഹാനോക്കിനെ കുറിച്ചാണ് ആദ്യം ദൈവത്തോട് കൂടെ നടന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ കൃത്യമായി ദൈവത്തോട് കൂടെ നടന്നു എന്ന് ഡയറക്റ്റ് എഴുതിയിരിക്കുന്ന 2 വ്യക്തിത്വങ്ങളെ ബൈബിൾ നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. അത് ഒന്ന് ഹാനോക്കാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹാനോക്കിനെ കുറിച്ച് പ്രധാനമായിട്ട് 21 മുതലുള്ള വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. 22-ാം വാക്യത്തിലാണ് ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പൊ അവന് ആകെ ആയുസ് ഈ ഭൂമിയിൽ 365 വർഷമായിരുന്നു. അതിൽ 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 65-ാമത്തെ വയസ്സിൽ 66-ാമത്തെ വയസ്സിൽ ദൈവത്തോടൊപ്പം നടക്കാൻ തുടങ്ങിയത് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. ഇവിടെ ഹാനോക്കിനെ കുറിച്ച് വേറെയും ചില കാര്യങ്ങൾ 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ഭാഗത്തൊക്കെ മനുഷ്യരുടെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വലിയ തർക്കവും പഠനവും അതിന് വിധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. 100 കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്ന, 1000 തികഞ്ഞില്ലെന്നേ ഉള്ളൂ, അതിനടുത്ത് വരെയൊക്കെ ജീവിച്ചിരുന്ന വ്യക്തികളെ കുറിച്ച്, അവരുടെ ആയുസ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വലിയ വാദപ്രതിവാദങ്ങൾക്കൊക്കെ കാരണമായി തീർന്നുള്ള വിഷയമാണ്. നമ്മുടെ വിഷയം അവിടെ അല്ല, അതുകൊണ്ട് അവിടെ കടക്കുന്നില്ല. എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാരദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. അപ്പോ നമുക്ക് യാരദിന്റെ മൂത്ത മകനാണ് ഹാനോക്ക് എന്ന് സ്വാഭാവികമായി ചിന്തിക്കാം. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. അത് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അടുത്ത വാക്യം ഇങ്ങനെയാണ്: ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായി, പിന്നെ അവൻ മരിച്ചു. എന്ന് പറഞ്ഞാൽ ഈ യാരദിന് ഹാനോക്ക് മാത്രമല്ല മക്കളായിട്ടുണ്ടായിരുന്നത്. മൂത്ത പുത്രൻ ഒരുപക്ഷെ ഹാനോക്കാണെന്ന് ചിന്തിക്കാം. അതിനുശേഷം അടുത്ത 800 വർഷങ്ങൾ അദ്ദേഹത്തിന് പുത്രീപുത്രന്മാരുണ്ടായി. പക്ഷേ ഈ 800 വർഷം
എത്ര മക്കളെ, ഒരുപക്ഷെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരിക്കും. 800 വർഷം കൊണ്ട് അല്ലെ 100 കണക്കിന് മക്കൾ ഉണ്ടായിട്ടുണ്ടാകാം. 2 വർഷത്തിലൊരു കുഞ്ഞ് എന്ന രീതിക്ക് എടുത്താൽ പോലും ആമേൻ 100-400 പിള്ളേരുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിൽ കൂടുതലാകാനാണ് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും സാധ്യതയുള്ളത്. പക്ഷേ ഈ 100 കണക്കിന് മക്കൾ ഉണ്ടായിട്ട് അതിൽ ഒരുത്തൻ വ്യത്യസ്തനായിരുന്നു. അപ്പോ ജനിച്ച കുടുംബത്തിന്റെ പ്രത്യേകത കൊണ്ടല്ല ഹാനോക്കിന് ദൈവത്തോട് കൂടെ നടക്കാനുള്ള പ്രചോദനവും പ്രേരണയും ഉണ്ടായത്. ചിലർ പറയും, ഞങ്ങള് പാരമ്പര്യം അനുസരിച്ച് ഇന്ന കുടുംബങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായവരാണ്. അപ്പോൾ ആ പാരമ്പര്യ സ്വഭാവങ്ങൾ പലപ്പോഴും എനിക്ക് ദൈവത്തോട് കൂടെ നടക്കാനായിട്ട് തടസ്സമാണ്, ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടക്കാൻ തടസ്സമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഹാനോക്കിന്റെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച മറ്റു മക്കൾ ദൈവത്തോട് കൂടെ നടന്നു എന്ന് എഴുതിയിട്ടില്ല. ഹാനോക്ക് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ പാരമ്പര്യം, നാം ജനിച്ച കുലം, ഗോത്രം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ, നമ്മുടെ ദേശം, ഇതൊന്നും ദൈവത്തോട് കൂടെ നടക്കുന്നതിന് തടസ്സമല്ല എന്നുള്ളത് ഹാനോക്കിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി വീണ്ടും നമ്മൾ നോക്കുമ്പോൾ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ മെതുശലേഹാണ് ഏറ്റവും ആയുസ് ഉണ്ടായിരുന്ന വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എനിവേ, ഈ മെതുശലേഹിനെ തന്റെ 65-ാമത്തെ വയസ്സിലാണ് ഹാനോക്ക് ജനിപ്പിക്കുന്നത്. 22-ാമത്തെ വാക്യത്തിൽ മെതുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. അപ്പോ കുടുംബജീവിതം നയിക്കുന്നത് ദൈവത്തോട് കൂടെ നടക്കുന്നതിന് തടസ്സമല്ല. അടുത്ത് വീണ്ടും എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഈ ചില മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും വിശുദ്ധിക്കും ഒക്കെ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു തടസ്സമായി നിൽക്കുന്നതായിട്ട്, അത് ഉപേക്ഷിച്ച് സന്യാസ ജീവിതം നയിച്ചാലേ പൂർണ്ണ വിശുദ്ധനാകാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തെറ്റായ ചിന്തയും പഠിപ്പിക്കലും ചിലർക്ക് കയറിക്കൂടിയിട്ടുണ്ട്. അവർ മാത്രമാണ് യേശുവിന്റെ മണവാട്ടി എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ എന്ന് പഠിപ്പിക്കുന്ന സമൂഹം ക്രൈസ്തവ സമൂഹത്തിനകത്തുണ്ട്, സമൂഹങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സന്യാസ ജീവിതം നയിച്ചെങ്കിൽ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ വിവാഹം കഴിച്ചവരെ പോലും വേർപിരിപ്പിക്കുന്നവരും ഉള്ളത് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. വചനവിരുദ്ധമായ ഒരു പഠിപ്പിക്കലും ജീവിത ശൈലിയുമാണത്. ആമേൻ. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നായി വിവാഹം വിലക്കും, മനസാക്ഷി ചൂടുപിടിച്ചവരായി വിവാഹം വിലക്കുമെന്ന് തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്ത്യകാലത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായിട്ടും ലക്ഷണങ്ങളിൽ ഒന്നായിട്ടും അത് ഉള്ളത് നമുക്ക് കാണാം. അതിനെ ന്യായീകരിക്കാൻ ഒത്തിരി സിദ്ധാന്തങ്ങളും വാദങ്ങളും ഉപദേശങ്ങളും ബൈബിളിൽ നിന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ദൈവരാജ്യം നിമിത്തം തന്നെത്താൻ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട് എന്നൊക്കെയുള്ള വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട്. എനിവേ, ഒരു വ്യക്തി അതിന് കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ആ വികാരങ്ങളെ അടക്കുകയും തന്നെക്കുറിച്ച് ദൈവത്തിന് ആ രീതിയിൽ ഒരു ഉദ്ദേശ്യമുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് അയാൾ വിവാഹം കഴിക്കാതെ തന്നെ ഒറ്റയ്ക്ക്, അത് ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് തയ്യാറായാൽ അതിനെ തെറ്റു പറയാനില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എരിയുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളെ ക്രിസ്തുവിന് യോഗ്യമാവണ്ണം അടക്കി വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണെങ്കിൽ അവൻ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെല്ലാം വ്യക്തമായി ബൈബിളിൽ രേഖകൾ, 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ജീവിത ശൈലിയൊക്കെ ഉള്ളവരെ പ്രതിരോധിക്കാനും വ്യക്തമാക്കാനും വേണ്ടിയൊക്കെ ആയിരിക്കാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഗുണകരമാണ്. ഹല്ലേലൂയ.
എന്നാൽ ഒരിക്കലും വിവാഹം കഴിച്ചതിന് ശേഷം പരസ്പര സമ്മതത്തോടെ അല്ലാതെ വേർപെട്ടിരിക്കുവാനായിട്ട് പാടില്ല. വേർപെട്ടിരിക്കുക എന്ന് പറയുന്നത് ഉപേക്ഷിക്കുന്ന കാര്യമല്ല, എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന കാര്യമല്ല. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ചില വേളകളിൽ കുറച്ചു സമയം വേർപെട്ടിരുന്ന് അല്പം മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വേർപെട്ടിരിക്കുന്നതല്ലാതെ വേർപിരിഞ്ഞിരിക്കരുത് എന്നുള്ളതാണ് തിരുവെഴുത്തിൽ കാണുന്ന പ്രമാണം. എനിവേ, നമ്മുടെ വിഷയം അവിടെ അല്ല. ഞാൻ അനുബന്ധമായി വന്നതുകൊണ്ട് ദൈവവചനത്തിന്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, താൻ ദൈവത്തോട് കൂടെ നടക്കുമ്പോഴും കുടുംബജീവിതം നയിക്കാനായിട്ട്, പ്രത്യേകിച്ച് റീജനറേറ്റ് ചെയ്യുന്ന കുടുംബജീവിതം നയിക്കാനായിട്ട്, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുന്ന ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് ദൈവത്തോട് കൂടെ നടക്കുന്നത് തടസ്സമല്ല എന്ന് ഹാനോക്ക് തെളിയിച്ചിരിക്കുകയാണ്, വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പദ്ധതിയും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ചിലരുടെ കുടുംബ ജീവിതത്തിൽ തകർച്ചകൾക്ക് കാരണം അനാവശ്യമായ ആത്മീയ പരിവേഷമാണ്, അല്ലെങ്കിൽ തെറ്റായ ആത്മീയ പരിവേഷമാണ്. ചിലര് വിശുദ്ധിയിൽ തികഞ്ഞവരാകാൻ, ആത്മീയത്തിന്റെ പരമോന്നതി, മൂർധന്യാവസ്ഥ ഒക്കെ അവകാശപ്പെട്ടിട്ട് ഭാര്യയെ കിടക്കയിൽ നിന്ന് മാറ്റി നിർത്തുന്നവരുണ്ട്, ഭർത്താവിനെ കുടുംബജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവരുണ്ട്. ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നത് എപ്പോഴും ആത്മാവിൽ നിറഞ്ഞങ്ങ് വിശുദ്ധിയിൽ ഭയങ്കരരാകുമ്പോ ഈ ഭാര്യയോടൊരുമിച്ച്, ഭർത്താവിനോടൊരുമിച്ച് സമയം ചെലവിടുന്നത്, കിടക്ക പങ്കിടുന്നതൊക്കെ തെറ്റാണ് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ കയറിക്കൂടുകയാണ്. എന്തോ അതിനോടൊരു വെറുപ്പ് ഒക്കെ അവർക്കുണ്ടാകുകയാണ്. അമ്പയെ തെറ്റാണ്. ബൈബിൾ കാണിച്ചു തരുന്ന വിശ്വാസ ജീവിതത്തിന്, ക്രിസ്തീയ ജീവിതത്തിന്, മാതൃകാ ജീവിതത്തിന് വിരുദ്ധമാണ് അങ്ങനെയുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത്. ചിലർ പറയുന്നത് അത് ആത്മാവ് അങ്ങനെ പ്രേരിപ്പിച്ചു എന്നാണ്. തെറ്റാണ്, അത് പരിശുദ്ധാത്മാവല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഏതോ ആത്മാവിന്റെ സ്വാധീനത്തിൽ പെട്ടിട്ടുണ്ട്. ചില വേളകളിലെങ്കിലും ചില മനുഷ്യാത്മാക്കളുടെ പ്രേരണയാണ് അതിന് കാരണം. ആമേൻ. സ്തോത്രം. വിഷയാനുബന്ധമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം നമുക്ക് ആർക്കും തന്നെ ഇത് റെലവന്റ് ആയുള്ള ഒരു വിഷയമായിരിക്കില്ല. പക്ഷെ നമ്മൾ കണ്ടുമുട്ടാനിടയുള്ള വ്യക്തികളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംശയമോ ചിന്തയോ ആയിട്ട് ആരെങ്കിലും നമ്മുടെ അടുക്കൽ വന്നാൽ അത് വ്യക്തമാക്കി കൊടുക്കാൻ നമുക്കൊരറിവായിട്ട് അതിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും കുടുംബജീവിതം നയിക്കുന്നത് ദൈവത്തോട് കൂടെ നടക്കുന്നതിന് തടസ്സമല്ല. മാത്രമല്ല, കുടുംബജീവിതം പലപ്പോഴും ദൈവത്തോട് കൂടെ നടക്കാൻ നമ്മെ കൂടുതൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. ഒരുവൻ വീണാൽ മറ്റൊരുവൻ അവനെ താങ്ങി എഴുന്നേൽപ്പിക്കാം. മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും അത് സഹോദരന്മാരാകട്ടെ സഹോദരിമാരാകട്ടെ, അവരുടെ കുടുംബജീവിതം, ഭാര്യ, ഭർത്താവ്, മക്കൾ ഒരുമിച്ചുള്ള കുടുംബജീവിതം, കുടുംബത്തോടു കൂടെ ശുശ്രൂഷ ചെയ്യുന്നത് ശുശ്രൂഷകൾക്ക് കൂടുതൽ ബലമായി തീരുകയാണ്, പല കാര്യങ്ങളിലും സഹായകരമായി തീരുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ചിലർ പറയും ഈ കുടുംബജീവിതമൊക്കെ നയിക്കുന്നത് കൊണ്ട് നമുക്ക് സമയം കുറവായിരിക്കും കർത്താവിന്റെ വേല ചെയ്യാൻ എന്ന് ചിലർ പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കൂടുതൽ സമയം വേല ചെയ്യാനായിട്ട് കുടുംബജീവിതം ഒരു തടസ്സമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവിടാനായിട്ട് കുടുംബത്തെയൊക്കെ വിട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസവും അപകടവുമായി തീരുവാനായിട്ട് സാധ്യതയുണ്ട്. നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച പലരും വീണുപോയ പശ്ചാത്തലങ്ങൾ അതിന്റെ പിന്നിലുള്ളതും നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ. തൻ്റെ കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനാണ് ദൈവസഭയെ നന്നായി ഭരിക്കാൻ കഴിയുന്നത് എന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കുടുംബത്തെ നന്നായി ഭരിക്കുന്നവൻ ആയിരിക്കണം സഭയുടെ അധ്യക്ഷൻ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. എനിവേ, ഞാൻ ഓർപ്പിച്ചത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവത്തോട് കൂടെ നടക്കുമ്പോഴും അവന് ദൈവം നൽകിയിരിക്കുന്ന
നിയന്ത്രണത്തിലും നിയമത്തിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട്, പരിജ്ഞാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അനുഗ്രഹീതമായ കുടുംബജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുമെന്ന് ഹാനോക്കിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 365 വർഷം നീണ്ടു നിന്ന തന്റെ ജീവിതത്തിൽ, ഈ ഭൗമ ജീവിതത്തിലെ 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. എന്നിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടായതും രേഖപ്പെടുത്തിയിരിക്കുന്നു. 24-ാമത്തെ വാക്യം, 5:24 ഉൽപ്പത്തി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ അതേക്കുറിച്ച് തന്റെ കമന്ററിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ സ്നേഹിതൻ കൂടെയായ പാസ്റ്റർ എബ്രഹാം ജോർജ് ഈ വിഷയം പറയുമ്പോഴൊക്കെ എപ്പോഴും ഇത് പറയാറുണ്ട്. ഞാനത് കടമെടുത്ത് പറയുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പുതുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അദ്ദേഹം പറയാറുണ്ട്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് ഒരു ദിവസം ഇങ്ങനെ നടന്ന് പോയപ്പോഴേക്കും തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ദൈവത്തോട് കൂടെ നടന്നതാണ്. നടന്ന് വൈകുന്നേരമായപ്പോൾ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയായി. അപ്പോൾ ദൈവം പറഞ്ഞു, ഇനിയിപ്പോ ഈ രാത്രി നീ ഒറ്റയ്ക്ക് തിരിച്ച് വീട് വരെ തിരിച്ച് നടന്നു പോകണ്ട, ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് എൻ്റെ വീട് അടുത്ത്, അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൂടാം എന്ന് പറഞ്ഞ് ദൈവം തൻ്റെ വീട്ടിലേക്ക് ഹാനോക്കിനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് അദ്ദേഹം അല്പം ഭംഗ്യാന്തരേണ രസകരമായി എഴുതിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ആലങ്കാരിക ശൈലി അതാണെങ്കിലും അതിന്റെ മറുവശം, ഒരുവൻ ദൈവത്തോട് കൂടെ നടക്കുന്തോറും അവൻ ദൈവത്തിന്റെ വീടിനോട് കൂടുതൽ അടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യഭവനത്തിലേക്ക്, സ്വർഗീയ ഭവനത്തിലേക്ക് കൂടുതലായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലക്കണക്കിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മളെല്ലാം ഒരു ദിവസം ഈ ഭൂമി വിട്ടുപോയേ പറ്റത്തുള്ളൂ. നമുക്കെല്ലാം ഒരു ആയുസ്സുണ്ട്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ചെറിയ കാലയളവിനുള്ളിൽ എത്രത്തോളം നമുക്ക് ദൈവഭവനത്തോട് അടുക്കാനായിട്ട് കഴിയും, ദൈവത്തോട് എത്രത്തോളം അടുത്ത് ജീവിക്കാനായിട്ട് കഴിയും എന്ന ചിന്തയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചിലർ തങ്ങളുടെ വാർദ്ധക്യത്തിലും മരണക്കിടക്കയോട് അടുത്ത ഘട്ടത്തിലായിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ദൈവഭവനത്തിൽ നിന്ന് അകലെയാണ് എന്നുള്ളതാണ് സത്യം. നമുക്കത് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കാം. യേശുവിന്റെ അടുക്കൽ വന്ന ഒരു യൗവനക്കാരൻ, ഞാൻ ന്യായപ്രമാണത്തിലെ ഈ കൽപ്പനകളൊക്കെയും ബാല്യം മുതൽ അനുസരിച്ചു പോരുന്നു എന്ന് പറയുമ്പോൾ യേശു നൽകുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്നാ പറയുന്നത്. അകന്നവനല്ല, ദൈവരാജ്യത്തിന്റെ അകത്താണെന്ന് യേശു പറഞ്ഞില്ല, അകന്നവനല്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്, ഇനി അകത്തായാൽ മതി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ദിവസവും ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് ഉള്ള പ്രവേശനം നാം അധികമായി പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി നമ്മൾ കണ്ടു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇനി രണ്ടാമതായി നമ്മൾ അടുത്ത അധ്യായത്തിൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, രണ്ടാമത്തെ വ്യക്തി നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതിങ്ങനെയാണ്, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. നോഹയെ കുറിച്ചും പറയുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ ഷേം, ഹാം, യാഫത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അവിടെയും തനിക്ക് കുടുംബജീവിതവും പുത്രന്മാരും ഉണ്ടായി. ദൈവത്തോട് കൂടെ നടക്കുന്നത് ഇതിനൊന്നും തടസ്സമല്ലായിരുന്നു എന്നും നോഹയുടെ ജീവിതത്തിലും കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ, ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹാനോക്കിന്റെ പിതാവായ യാരദിന് തുടർന്ന് ഹാനോക്കിനെ ജനിപ്പിച്ചതിന് ശേഷം 800 വർഷം ജീവിച്ചിരുന്ന അനേകം പുത്രീപുത്രന്മാരെ ജനിപ്പിച്ചു. പക്ഷേ ആ മക്കൾ തന്റെ കുടുംബത്തിലെ തന്റെ സഹോദരങ്ങൾ, ഹാനോക്കിന്റെ സഹോദരങ്ങൾ മറ്റാരും ദൈവത്തോട് കൂടെ നടന്നു എന്ന് എഴുതിയിട്ടില്ല. അവൻ എന്നാൽ തന്റെ സഹോദരങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ആ കുടുംബത്തിനകത്ത് ഒരുവൻ, ഹാനോക്ക്, ദൈവത്തോടു കൂടെ നടന്നു.
എന്നാൽ ഇവിടെ നോഹയുടെ വിഷയം വരുമ്പോൾ നോഹയുടെ കാലഘട്ടം വളരെ പ്രസക്തമായ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് യേശു കർത്താവ് തന്റെ വരവിനെ കുറിച്ച്, അടയാളങ്ങളെ കുറിച്ച് പറയുമ്പോൾ നോഹയുടെ കാലം പോലെ അന്ന് ഭവിക്കും, നോഹയുടെ കാലം പോലത്തെ കാലം അന്ന് ഉണ്ടാകും. അന്ന് മനുഷ്യർ തിന്നുകയും കുടിക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു പോന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആ വാക്യങ്ങളൊക്കെ വളരെ ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കേണ്ട വാക്യങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഹാനോക്കിന്റെ കാര്യം സംസാരിക്കുന്ന കൂട്ടത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പലരും തെറ്റിദ്ധാരണ പുലർത്തുന്നത് പോലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അതിനകത്തുണ്ട്. അതുകൊണ്ട് ശരിയായ നിലകളിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം അവിടേക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാതെ വിഷയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നോഹയുടെ കാലഘട്ടം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങി. അപ്പോൾ അവിടെ ഒത്തിരി മനുഷ്യന്റെ ജനവിസ്ഫോടനം അല്ലെ ഉണ്ടായെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പോപ്പുലേഷൻ ഒത്തിരി വളർന്നു. ഇനി അടുത്ത 3-ാമത്തെ വാക്യം, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ എന്ന് ദൈവം പറയുന്നു. അതായത് ദൈവം മനുഷ്യരിൽ വാദിക്കുന്ന തന്റെ ആത്മാവിനെ ആ വാദിക്കുന്നതിൽ നിന്ന് നിർത്തുവാൻ തീരുമാനിച്ച കാലഘട്ടമാണ് നോഹയുടെ കാലഘട്ടം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒരു വ്യത്യസ്തമായ തലത്തിലേക്ക് കടക്കുന്ന, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ആ നിലയ്ക്ക് വ്യത്യാസം വരുത്താൻ ദൈവം തീരുമാനിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വ്യത്യാസം വരുത്താൻ തീരുമാനിക്കുന്ന കാലഘട്ടം. ഇതും ദൈവസഭയോടുള്ള ബന്ധത്തിലും ബാധകമാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മിൽ ദൈവമാക്കിയിരിക്കുന്ന നമ്മെ, സഭയെ കർത്താവിനായിട്ട് ഒരുക്കാൻ വേണ്ടിയാണ്. കർത്താവിന്റെ വരവിങ്കിൽ പരിശുദ്ധാത്മാവ് അവരെ ഒരുക്കി കഴിഞ്ഞാൽ ആ റോള് മാറുകയാണ്. എനിവേ, നമ്മുടെ വിഷയം അവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഇനി നമ്മള് വീണ്ടും മുന്നോട്ട് വരുമ്പോഴേക്കും 5-ാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും യഹോവ കണ്ടു. അപ്പോൾ ദുഷ്ടത വലുതായി തീർന്ന കാലഘട്ടം, മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ വലുതായി തീർന്ന കാലഘട്ടം, മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്, ചിന്തകൾ മുഴുവനും ദോഷമുള്ളതായി തീർന്ന, മനുഷ്യരുടെ ചിന്തകൾ മുഴുവനും ദോഷമുള്ളതായി തീർന്ന കാലഘട്ടം. നമ്മുടെ കേരളത്തിലെ സ്ഥിതിയെക്കുറിച്ചൊക്കെ ഇപ്പോഴുള്ളവർ പറയാറുണ്ട്, പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു, എല്ലാ മനുഷ്യരും സ്നേഹവും സമാധാനവും സഹായിക്കണമെന്നുള്ള, കൈത്താങ്ങണമെന്നുള്ള, സഹകരിക്കണമെന്നുള്ള മനോഭാവം, അതിന് ജാതി മതമൊന്നും വിഷയമല്ലായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ഓടിച്ചെന്ന് കടമായിട്ട് ഉപ്പും കടുകും ജീരകവും ഒക്കെ മേടിക്കുന്ന, വീട്ടിൽ പെട്ടെന്ന് 5 പേര് അതിഥികൾ കയറി വന്നാൽ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് തേയിലപ്പൊടിയും പാലും ഒക്കെ കടം മേടിക്കുന്ന, പഞ്ചസാരയൊക്കെ കടം മേടിക്കുന്ന ഒരു കാലം. ഇന്ന് മനുഷ്യരെല്ലാം സ്വന്തം കാലിൽ നിൽക്കാറായി, ഇങ്ങനെ ഓടിച്ചെന്ന് കടം മേടിക്കേണ്ട സ്ഥിതിയിൽ എല്ലാവരും സ്വാർത്ഥരായി തീർന്നിരിക്കുന്നു. ഭയങ്കര ഹ്യൂജ് ചേഞ്ചാണ് ചെറിയൊരു സമയം കൊണ്ട് നാട്ടിലുണ്ടായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലൊരു ചേഞ്ചിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്ന് പറഞ്ഞാൽ, അതിനു മുമ്പ് വരെ ഒരാൾ വീണ് കിടക്കുന്ന ഒന്ന് കൈതാങ്ങി എഴുന്നേൽപ്പിക്കാം എന്ന് ചിന്തിച്ചിരുന്നവർ ഈ കാലം വന്നപ്പോഴേക്കും വീണ് കിടക്കുന്ന കണ്ട ഒരു ചവിട്ടുകൂടെ കൊടുത്തിട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കുന്ന രീതിയിലേക്ക് മനുഷ്യന്റെ നിരൂപണം ദോഷമുള്ള നിരൂപണമായി മാറിത്തീർന്ന കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പറഞ്ഞാൽ മനുഷ്യന്റെ അസ്തിത്വം ദൈവത്തിന് ദുഃഖകാരണമായി തീർന്ന കാലഘട്ടം. നോക്കുക, എത്ര മ്ലേച്ഛമായ ദുഷ്ടത നിറഞ്ഞ ആ കാലഘട്ടത്തിൽ നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ കുടുംബമോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ കുടുംബ ജീവിതമോ ഒന്നും ദൈവത്തോടു കൂടെ നടക്കുന്നതിന് തടസ്സമല്ല എന്ന് ഹാനോക്ക് വ്യക്തമാക്കി. നോഹയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ജനറേഷൻ, കാലഘട്ടം, നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ മ്ലേച്ഛത, ദുഷ്ടത ദൈവത്തോട് കൂടെ നടക്കുന്നതിന് തടസ്സമല്ല എന്ന് നോഹ തെളിയിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടത പെരുകുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ നിരൂപണമൊക്കെയും ആരെ എങ്ങനെ ദ്രോഹിക്കാമെന്ന്
മനുഷ്യർ മുഴുവനും ചിന്തിക്കുന്ന ആ കാലഘട്ടത്തിലും ദൈവത്തോട് കൂടെ നടക്കാൻ തയ്യാറുള്ളവർ നോഹയെ പോലെ ദൈവത്തോട് കൂടെ നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ ഹാനോക്കിന്റെ കുടുംബത്തിൽ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഹാനോക്കിന് കഴിഞ്ഞെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് മറ്റാരും മുന്നോട്ട് വന്നില്ലെങ്കിലും നിനക്ക് കഴിയുമെന്ന സന്ദേശം ഹാനോക്ക് കൈമാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ തലമുറയിൽ നാം ഇടപെടുന്ന ഇടങ്ങൾ, ജോലി മേഖലകൾ, സമൂഹങ്ങൾ, മറ്റെല്ലാം അനീതിയും അക്രമവും ദുഷ്ടതയും നിറഞ്ഞതാണെങ്കിലും അതിന്റെ നടുവിലും നോഹ ദൈവത്തോടു കൂടെ നടന്നതുപോലെ ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നമുക്ക് നടക്കാൻ കഴിയുമെന്ന് നോഹയുടെ ജീവിതം നമുക്ക് മാതൃകയായി കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 ഭക്തന്മാരെ നമ്മൾ കണ്ടു. നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് നമുക്ക് കാണാം. പക്ഷേ നോഹയെ ദൈവം എടുത്തു, അതിനാൽ കാണാതെയായി എന്ന് എഴുതിയിട്ടില്ല. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 ഭക്തന്മാർ കർത്താവിന്റെ വരവിങ്കൽ സംഭവിക്കുന്ന 2 കാര്യങ്ങളുടെ നിഴൽ കൂടെയാണ്. നോഹ മരിച്ചു അടക്കപ്പെട്ടു, എന്നാൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ വരവിങ്കൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ അവർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിനെ എതിരേൽപ്പാൻ വേഗത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ജീവനോടെ ഭൂമിയിലായിരിക്കുന്ന നാമും, വിശുദ്ധന്മാരായ നാമും ഇപ്പോൾ ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കർത്താവിനെ എതിരേൽപ്പാൻ മരണം കൂടാതെ എടുക്കപ്പെടും. ഈ 2 കാര്യങ്ങൾക്ക് നിഴലാണ് ഈ 2 ഭക്തന്മാർ. അപ്പോൾ ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടന്നാൽ ഇതിൽ 2-1 ഉറപ്പായും സംഭവിച്ചിരിക്കും. ഒന്നുകിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം കർത്താവിന്റെ വരവ് കാണും, കർത്താവിന്റെ വരവിങ്കിൽ തേജസ്കരിക്കപ്പെടും, നാം എടുക്കപ്പെടും. അല്ല, മരിച്ചു മൺമറങ്ങി പോയാലും നമ്മെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച്, ശരീരത്തോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്നോട് കൂടെ എന്നേക്കും ഇരുത്തുവാൻ, ഇപ്പോൾ വിശ്വാസത്താൽ ആത്മീയമായി നാം അവിടെ ആയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നോട് കൂടെ ഇരുത്താൻ തന്റെ അടുക്കൽ നമ്മെ ചേർക്കും. അതാണ് കർത്താവ് വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടന്നാൽ, ദൈവത്തോട് കൂടെ നടന്നാൽ നമുക്കുണ്ടാകാൻ പോകുന്ന റിസൾട്ട്, അതിന്റെ ഫലം. കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം, കർത്താവിനോട് കൂടെ നടക്കാം, വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാം. ഈ സന്ദേശം അതിന് നമുക്ക് പ്രചോദനവും അനുഗ്രഹവുമായി തീരട്ടെ.